ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് രാവിലെ തന്നെ ഒരു കപ്പ് ചായയും കലക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കലക്കിയിട്ടും കലങ്ങണില്ലായിരുന്നല്ലോ പണ്ട് ഫിലിമിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഡയലോഗ് ഉണ്ടായത്, അതേപോലെ ആയി. ഏതായാലും നമ്മൾ പാലത്തിങ്ങത്ത് തന്നെ പാലത്തിങ്ങ 4-5 ദിവസം ഇപ്പോൾ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ പോരാനുള്ള പരിപാടിയാണ്. രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ടാ. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, നേരം 9 മണിക്ക് കഴിക്കണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തരെ വിളിച്ചിങ്ങനെ എണീപ്പിക്കുന്നു. നല്ല ഉറക്കം, രാത്രി കിടക്കാൻ നേരം വയ്ക്കണം. അതാണ് ഇപ്പോൾ രാവിലെ എണീക്കാനും നേരം വയ്ക്കണം. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉറക്കമൊന്നൊരു കറക്റ്റ് ടൈമിലല്ല, തോന്നിയ പോലെ കിടക്കലും എണീക്കലൊക്കെ കഴിക്കണം. ഇപ്പോൾ മക്കളെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ നല്ല വെള്ളപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കുന്നു. മോന് എൻ്റെ കൂടെ ഇരുന്നിപ്പോൾ ഏതായാലും ഞാൻ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് അവനും കയറിയിരിക്കും. ആ യുദ്ധത്തിൽ ഇപ്പോൾ അവന് തിരിച്ചാനോ ഓടിച്ചാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചു നോക്കിയാണ് കേട്ടോ. ഇനി എപ്പോഴാണ് അവൻ എന്നെ കാണാതെ ചാവിട്ടെടുത്ത് പോണത്. നമ്മളെ മക്കൾ വണ്ടി ഓടിക്കുന്നത് കാണാനൊക്കെ രസമാണ്, പക്ഷെ അതുപോലെ പേടിയാണ് കേട്ടോ. ഇതിപ്പോൾ മുറ്റത്തുള്ള തിരി ഓടിയുള്ളൂ, അതിലപ്പുറം കൊടുക്കൊന്നുമില്ല. അതിനുള്ള പ്രായമൊന്നുമായിട്ടില്ല, എനിക്ക് 10ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നിട്ടില്ല. പിന്നെ നിന്നാൽ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ പിന്നെ രാത്രി പോകാറിയും. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗം ഇറങ്ങിയിട്ട. കാരണം മോനിക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നാൽ അതൊക്കെ ലീവായി പോകും വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ രസമായിട്ട് കുട്ടികളായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരുന്നുണ്ട്. വീട്ടിൽ ഭയങ്കര എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കായിട്ട് എടുത്ത് വെച്ച കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഒന്നുമല്ല, പെരുന്നാൾ 2 ദിവസം ഇവിടെ തന്നെയാണല്ലോ, ഫസ്റ്റും സെക്കൻഡ് 2 ദിവസം ഇവിടെ നിന്നില്ലല്ലോ. അന്നത്തെ ഡ്രസ്സുകൾ ഫുള്ള് കൂട്ടിയിട്ടാണ് പോയിട്ട്. പക്ഷേ ഇയാൾ ഫുള്ള് കൂട്ടിയിട്ടാണ് പോയത്. റൂമിൻ്റെ ഡോർ തുറന്നപ്പോൾ തന്നെ ഒരുമാതിരി സ്മെല്ലിട്ടത് കൂടെ ഇട്ടിട്ട് പോയിട്ട്. അപ്പോൾ ഈ ചൂടുകാലമാണ്, നല്ല വിയർപ്പാണല്ലോ, അപ്പോൾ ഒരുമാതിരി നാറ്റാണ്. അപ്പോൾ അത് കൊട്ട നിറയുണ്ട് കേട്ടോ. കൊട്ടന്ന് പുറത്ത് ചാടിക്കുന്നു തന്നെ പറയാം. ഈ റൂമിലൊരു കൊട്ട നിറയുണ്ട്, ഇനി കുട്ടികളുടെ റൂമിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ ആദ്യം തന്നെ വാഷ് ചെയ്യാൻ നിന്നു. ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. ആദ്യം തന്നെ അതൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഓരോന്നോരോന്നിങ്ങനെ തിരിച്ചു വിട്ടാൽ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ തീർക്കണം. മെഷീനിൽ കുത്തി കയറ്റിയെന്ന് പറയുമല്ലോ, എല്ലാം കൂടി മെഷീനിലാണ് കൊണ്ടുപോയി കുത്തി കയറ്റിയിട്ടുണ്ട്. ആവശ്യത്തിൽ ലിക്വിഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പണി മൂപ്പരെടുത്തോളൂ, നമ്മൾ നോക്കണ്ട. പിന്നെ മേലെ പോയി നോക്കിയപ്പോൾ ഞാൻ പോണെന്ന് ഒരുപാട് വിരിച്ചിട്ടിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതൊക്കെ പപ്പടം പോലെ പൊള്ളി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് തട്ടി എടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 4-5 ദിവസമായിലൊക്കെ എടുത്താൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയായാലും പൊടി പാറിയിട്ടുണ്ടാവും, കുറേശ്ശൊക്കെ കൂടുതൽ പാറിയിട്ടില്ലെങ്കിലും. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാവരും അൾമാറയിലേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഞാനത് മടക്കാനൊന്നും നിൽക്കണില്ല. കാരണം അതൊക്കെ എടുത്ത് പിന്നെ പുതിയത് വിരിച്ചിട്ടുണ്ട് ഇവിടെ. അതിൽ അയൺ ചെയ്യാനുള്ളത് മാറ്റി വെക്കാനും കുട്ടികളുടെ അൾമാറിക്കുള്ളതും എൻ്റെ അൾമാറിക്കുള്ളതൊക്കെ മാറ്റി വെക്കാനൊക്കെ പിന്നെ ഇവിടെ മുകളിൽ ചെയറിലിട്ടിട്ടുണ്ട്. ഇനി വൈകുന്നേരം നോക്കാൻ വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ എൻ്റെ ഇളച്ചിയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യയും മക്കളൊക്കെ ഇപ്പോൾ സൗദിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കുറച്ചും കൂടി ആൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നോള്. കുട്ടികളുടെ ഡ്രസ്സ്, പിന്നെന്താ ഗേൾസിനുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, മുടിമുടിൻ്റെ ഹെയർ ബാൻഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെന്താ ബോയ്സിനെന്താ വാച്ച്, അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങൾ. പിന്നെ ഇപ്പം ഗൾഫ് പെട്ടിയിൽ എല്ലാവർക്കും അറിയാലോ, നട്ട്സ്, ചോക്ലേറ്റ്, പാൽപ്പൊടി ഐറ്റങ്ങളൊക്കെ, ഏലക്കായി, കറാമ്പൂ, അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ പിന്നെ സ്ഥിരമുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഓരോരുത്തർ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ട് വൈകുന്നേരം ഇപ്പോൾ മക്കളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പകൽ ഫുള്ള് ചൂടായതുകൊണ്ട് പുറത്ത് ഇറക്കിയിട്ടില്ല കേട്ടോ. ഈ ടിവിൻ്റെ മുന്നിലും ടാബിൻ്റെ മുന്നിലും കുറേയൊക്കെ എടുത്ത് വെക്കും. പിന്നെ എന്നാലും എത്ര എടുത്ത് വെച്ചാലും നമ്മളെ കാണാതെ അവർ എടുക്കും. വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും പുറത്ത് ഇറങ്ങിക്കൊള്ളാണെങ്കിൽ പുറത്ത് ഇറക്കിയത് കേട്ടോ. അപ്പോൾ ഓരോരോ ആക്ടിവിറ്റീസ് ആയിട്ട് നടക്കുന്നുണ്ട്. സ്കേറ്റിംഗ് ഷൂ ഒക്കെ പിന്നെ സ്കൂൾ സ്കേറ്റിംഗ് ഷൂവിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ മുറ്റത്തും ഓടിക്കും. ഇപ്പോൾ മുറ്റത്തൊക്കെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ശരിക്കും ഓടിക്കാൻ വയ്യ. രാത്രിയിൽ കുറച്ച് മക്രോണിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉച്ചക്കത്ത് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ രാത്രി സ്പെഷ്യലായിട്ട് മക്രോണി ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഈ മക്രോണിൻ്റെ റെസിപ്പി ഞാൻ ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കൽ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഇട്ടാൽ കുറച്ച് എന്താ പറയുക, ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ചിക്കന് ഫ്രൈ ചെയ്തിട്ട്, ബോൺലെസ് ചിക്കൻ ആണ് എടുക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് മക്രോണി മസാല കുറവയ്ക്കാറ് കേട്ടോ. എന്നാലും നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് വരൽ. നമ്മൾ ചില്ലി സോസും സോയ സോസും അതേപോലെ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ നല്ല രസമാട്ടോ. കുറച്ച് ബട്ടറൊക്കെ ഒഴിച്ച് കൊടുക്കും. ഏതായാലും റെസിപ്പി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ഒരിക്കൽ ഇനി ഫ്രീ ആവുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലെല്ലാവരും കൂടി ഉള്ള സമയമായതുകൊണ്ടാണ് റെസിപ്പികളൊന്നും അധികം കാണിക്കാത്തത്.
അപ്പോൾ ഇതാ എല്ലാവർക്കും ഉള്ളതും എല്ലാവരുടെ പ്ലേറ്റിലും വിളമ്പി കൊടുക്കണേ. ഇതാവുമ്പോൾ പിന്നെ എല്ലാവരും ഒറ്റയ്ക്ക് എടുത്ത് കഴിച്ചോളും, നമ്മൾ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ അതിലേക്കൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.